എല്ലാം അറിയണോ നിനക്ക്? ഇതിപ്പോ വിളിച്ച ആരാണ് നിന്നെ? വിളിച്ചത് ജാക്കി, അച്ഛന്റെ വലങ്കൈ. അച്ഛന്റെ ജാക്കിയാണാ? അല്ല പാട്ടൊന്നും പാടടി കുച്ചകുണ്ണേ. പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ പറയാൻ വേണ്ടി ഒന്നും മടുത്തില്ലേ ഞാൻ വിളിച്ചത് കേട്ടാ. ഓക്കെ ഓക്കെ. നിനക്കെല്ലാം അറിയണോ? നിനക്ക് എല്ലാം അറിയണോ? നിനക്ക് അപകടം. വീടിനെ പോണം. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ടാണല്ലോ. വാ വാ കേറ് കേറ്, അതിനെ കേറ്. ആ ജോണിയമ്മ, ജോണിയമ്മ, ഞാൻ കേട്ടില്ല കേട്ടില്ല. ജോണിയമ്മ എന്തോ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഞാന് അച്ഛന്റെ കല്യാണത്തിന്റെ കാര്യം ജോണിയമ്മ അറിഞ്ഞു. ഗേൾഫ്രണ്ടിന്റെ ഡാഡിയുടെ കല്യാണമൊക്കെ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ സെക്കൻഡ് മാരേജ് ആണ്. അതെ, ചന്ദ്രന്റെ ഗേൾഫ്രണ്ട് അല്ലേ അലീന? അലീനയുടെ അച്ഛന്റെ എന്തോ കല്യാണം എന്ന് പറയുന്നത് കേട്ടു. അച്ഛനെ കെട്ടിച്ചു വിടാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. ആ അതെ അതെ അതെ. ഈ മൂക്കിന് പല്ല് മുളയ്ക്കുമ്പോ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങൾ വരില്ലേ? നാട്ടിലൊരു ചൊല്ലുണ്ട്. അല്ല വേണ്ട, ചന്ദ്രൻ അങ്ങനെ ഒരു ആഗ്രഹം പറയാൻ ആളില്ലല്ലോ. ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരാളെ പറ്റി വെച്ചൊരു ഷോ ഉണ്ട്, ഡാഡി ഷോ. അതെ, ഞാൻ കാര്യം പറയട്ടെ. ഒന്ന് അലീനോട് സംസാരിക്കണം പേഴ്സണലായിട്ട്. ഞാനേ ജോണി അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് പോരാ. കാണാം ചന്ദേ. എടാ തെണ്ടി, നിന്റെ കപ്പട മീശ നിന്നെ ഞാൻ നിന്നെ ചുമരി കേട്ടി ഞാൻ കേട്ടാ. ഞാൻ വരണേ. ഐ ലവ് യു ബോസ്. നീ നൈസായിട്ട് ആ നാരദ നീ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് വിളി. ഒരു ഇൻവിറ്റേഷൻ ഉണ്ടോന്ന് വരുമോ? ഇറങ്ങടാ, കൈ വെക്കടാ, കൈ വെക്കടാ, കൈ വെക്കടാ തെണ്ടി. ഏട്ടൻ പറഞ്ഞാൽ കൈ വെക്കൂ. ആ ഏട്ടൻ പറഞ്ഞ കൈ വെക്കണം. യവനേട് 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 യവനേട്. വരണ്ട വരണ്ട, നീ വരണ്ട നീ വരണ്ട നീ വരണ്ട. പട്ടി ബോസേട്ടന്റെ അരി. അല്ല, ഞാൻ ഒന്ന് ഗ്യാങ് ഹൗസ് പോയാൽ പോയെങ്കിൽ പ്രസാദം എടുക്കായിരുന്നു. പ്രസാദം എടുക്കണ്ട, ഒരു പ്രസാദം എടുക്കണ്ട. നീ എന്നാ നീ കൊറേ നാളുകൊണ്ട് എന്നാ ആസാക്കാൻ നോക്കണല്ലടാ തെണ്ടി. ഞാൻ കാര്യം പറയട്ടെ, സ്വാമി തണുപ്പത്ത് കിടുകിടാനന്ദന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കുള്ള പ്രസാദം മേടിച്ചു. വേണ്ട വേണ്ട, നിന്റെ സോപ്പിട്ട് എന്നെ പതപ്പിക്കല്ലേ ഞങ്ങൾ കേട്ടോ. എന്നൊക്കെ പതപ്പിക്കല്ലേ ഞങ്ങൾ, പതപ്പിച്ച് കിടത്തല്ലേ ഞങ്ങൾ. നീ മാറി നിന്നാ മതി. നാരദന്റെ പേരൊക്കെ മറ്റേ ആള് നാരദൻ പൈസക്കാരനെന്നൊക്കെ. ഇറങ്ങി ഇറങ്ങി, പൈസക്കാരെ ഇറങ്ങ്. വലിച്ചിറക്കവനെ വലിച്ചിറക്കവനെ. പറഞ്ഞോ. എന്ത് പറ്റി? ബ്രേക്കപ്പ് ആയപ്പോ മീശ പാടുന്നതാണ്. ബ്രേക്കപ്പ് ആയല്ലേ? നല്ല കാര്യം. നിന്റെയും നിന്റെ പെണ്ണിന്റെയും എല്ലാ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എന്റെ ഉണ്ട്. നീ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഫോട്ടോ എല്ലാം പുറത്ത് വിടാം. അവസാനം ഇനി പെണ്ണ് പോലെ സിറ്റി കിട്ടൂല കേട്ടാ. സൂര്യ അടിക്കണ്ട. ആ സംഭവം പണ്ട് ഡെലിവറി തന്ന കാശ പറഞ്ഞ തെണ്ടി. ഇത്രയും വെടി നിന്റെ നെഞ്ചത്ത് വെച്ചോണ്ടല്ലോ. നീ പിന്നെ ആവിയാ ആവി. ഒരു കാര്യം പറയട്ടെ. നീ ഒരു കാര്യം പറയട്ടെ. കാശറാ, നീ കാശ് സംസാരിച്ചേ. പറയണ്ടേ? പയ്യനാ ഈ ഡൽഹിയിലു ആണ്. മറ്റേ ഡൽഹിയിലു
അതാരുടെ ബോസ് പുറകെ ആയിട്ട് നടന്ന് തുരത്തി ചന്ദ്രൻ പോയി അടിച്ചു കൊന്ന് അവനാണ് സ്ലാഷ് ദലൂലു. അവനല്ലാത് അവനാ അവന്റെ പൈസ നമുക്ക് എന്തിനാ? നമ്മളെ കുടുംബത്തിന് ആ പൈസ ഒന്നും വേണ്ട. അവനാണത്. അവനാണ് അന്ന് ജയിച്ചില്ലേ? അവൻ തന്നെ. അതല്ല പിന്നെ വെച്ച് ഒരുത്തിനെ അടിച്ചു കൊന്നില്ലേ സോറി പറയാത്തതിന്. ഏട്ടാ ചായക്കടയിലൊക്കെ അവനാണ് ഫേമസ് ആയ സ്ലാഷ് ദലൂലു. ചന്ദ്രൻ കൊന്നില്ലേ ഒരുത്തനെ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് പീടി വന്നപ്പോ ഓടി രക്ഷപ്പെട്ടത്. അതവനല്ല, അവനൊരു പാവമാ. അല്ലല്ല അവനാണത്. ഇല്ല രണ്ടുപേരും ചേച്ചി നിങ്ങ പറയുന്ന ആളൊരു കറുത്ത ഫുള്ള് കരിപ്പൂണ്ട് വെച്ചിട്ട് മറ്റേ തലയില് കൊമ്പൊക്കെ ഓ അതന്നെ ഏട്ടാ നമുക്ക് എന്തിനാ പല്ലവന്മാരെ പൈസ നമുക്ക് വേണ്ട കേട്ടാ. നാരദ പക്ഷെ ആ പൈസ നീ തിരിച്ച് ചന്ദ്രനെ കൊടുക്കണം, ചന്ദ്രൻ അത് തിരിച്ചു കൊടുക്കും. ഞാൻ അത് കടലെടുക്കാൻ പോണു. ആകാശിതാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ പേരിൽ ഞാൻ അത്ര നല്ല പ്രവർത്തികൾ ചെയ്തെന്ന് അറിയിച്ചിട്ട് നീ ചെയ്യണ്ട. ഞാൻ അതിന്റെ ഒരു ആവശ്യമില്ല. അത്രയും നല്ല പ്രവൃത്തി ചെയ്യണം. എനിക്ക് അത്രയും ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ എലിയച്ചിന്റെ കൊടുത്തിന് പൈസ പറയട്ടെ കൊല്ലല്ലേ. ഞാൻ ഒന്ന് കാര്യം എടാ നിന്റെ കണ്ണും നിന്റെ ഈ പേത്തവായും എല്ലാം വിക്കിഞ്ഞ് എല്ലാം നിന്റെ അടക്കം ഊരി വിക്കിഞ്ഞ ഓരോ സാധനങ്ങളായിട്ട് മാണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഞാൻ എലിയച്ചിന്റെ പൈസ എണ്ണി കൊടുത്തില്ല. 15 കോടി ഒരു അലീനച്ചിന്റെ ഓർക്കും കൊടുത്തു. നീ 75 കോടി ഇല്ലടാ ടോട്ടല്. 25 കോടി അലീനച്ച് കൊടുത്ത് 35 കോടി അലീനച്ചിന്റെ നീ 70 കോടി സംസാരിച്ചത്. 70 കോടി 70 കോടി എന്റെ ഇല്ല. എന്റെ ഉണ്ട്. സത്യമില്ല. എന്നെ വേണമെങ്കിൽ തപ്പിക്കോ, ഫോൺ എടുത്തോ എല്ലാം നോക്കിക്കോ. നിങ്ങൾക്ക് കള്ളം പറയും. ഞാൻ എന്റെ ഏട്ടന്റെ അടുത്ത് കള്ളം പറയില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എങ്ങനെ തപ്പണ എങ്ങനെ തപ്പാൻ പോലും മനസ്സ് വരുന്നില്ല. മാമനാറാ ഏട്ടാ നിങ്ങളെ കല്യാണം പോലും ജോണി താത്താന്റെ കല്യാണം. കാശ് തരലടാ സൂര്യ. ഞാൻ തപ്പിക്കോ പറയാം ബോസ് ഏട്ടാ. അനക്ക് നിങ്ങളോട് ഒരു പൈസന്റെ ബലാണോ ഉള്ളത്? ഉള്ള ബര ഞാനുന്നടിമയടാ. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ തരൂലേ. ഞാൻ കട്ടിട്ടില്ല, ഞാൻ കക്കൂലാന്ന് നിങ്ങ മുക്കൂലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അല്ലല്ല ഞാൻ മുക്കൂല. നീ കക്കൂന്ന് എനിക്കറിയാം. ഏട്ടാ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ എന്തിനു കക്കാണോ പറ. നീ എന്തിനാക്കണം? പിന്നെ നീ എന്നെ കണ്ടപ്പോ മുങ്ങി എന്തിണ്ടാന്ന് മുതുക്കിൽ വെച്ചിട്ട്. സംഭവം എന്താ അറിയാ, സ്വാമി തണുപ്പത്ത് കിടുകിടാനെന്താ പറഞ്ഞ് നമ്മള് തണുപ്പത്ത് കിടുകിടാനെന്തിനാ? അതാര്? സ്വാമി ജമാ മസ്ജിദിലെ സ്വാമിയാണ്. ഇല്ല അപ്പൊ ഓറ് പറഞ്ഞ നമ്മളത്ത് നിങ്ങൾ ആർക്ക് വേണ്ടിട്ടാ നല്ല കാര്യം ചെയ്യുന്ന വെച്ചാ. അപ്പൊ പറഞ്ഞ നമ്മളെ ബോസാട്ടെ നമ്മളാട്ടെ. അപ്പൊ ഓര് പറഞ്ഞ ഓരോരുത്ത് ഉച്ചാടാനോ ഉരിയാടാനോ പാടില്ല മുന്നിൽ ഉച്ചാടാനേ, അതായത് ഭർത്താവ് കഴിയില്ല. ഓക്കെ അങ്ങനെ ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് നല്ല മാത്രം വരുത്താൻ വേണ്ടിട്ട് ഓർ കൊറേ പൂജകളൊക്കെ പറഞ്ഞു. അതെല്ലാം ചെയ്യരുത്. സ്വാമി തണുപ്പത്ത് കിടക്കടാ കൊലയാടി മോനെ. ജുമാ മസ്ജിദില് സ്വാമി അല്ലടാ കള്ള കപട തെണ്ടി. ഡേയ് സൂര്യ മറ്റേ തടി എടുത്തിട്ട് കൊടു. ആ തടി എടുത്താണ് സൂര്യ തടി വേണ്ട. നിങ്ങള് കുടുംബം സംസാരിക്കും, ഞാൻ അപ്പുറത്തേക്ക് മാറിക്കാം. ഞാൻ സത്യ പറയുന്നത്. സ്വാമി തണുപ്പത്ത് കിടക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി നല്ല മാത്രം പറഞ്ഞു തരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്റെ പേര് തെറ്റായിരിക്കല്ല. ഞാൻ അടിയെന്ന് പറഞ്ഞാൽ അടിച്ചങ്ങ് തല പൊളിക്ക്. എന്റെ ഞാൻ നിക്കുന്ന ഇപ്പണ്ട അടുത്തടിയിൽ തല തെറിക്കും. അടുത്തടിയിൽ നിന്റെ തല തെറിക്കും ഉറപ്പാ. ഒന്നാളെ ഞാൻ അടിച്ച കൊല്ലി. ഞാൻ കാശാടാ തരുവോടാ, കാശ് തരുവോടാ, കാശ് തരുവോടാ, അമ്പത് തരുവോടാ. അല്ല എടാ നീ ആര്? നീ കാശ് തരാന്ന് പറഞ്ഞ കൊന്നറായി ചാക്. വെള്ളത്തിലൊഴിക്ക് 2 രൂപ എടുത്ത്. കേറി അല്ലേ കേറി.
കേറ് 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 ലീന കേറ്. എന്റെ കാശും പോയി, അവനെ അടിച്ച് കൊല്ലുകയും ചെയ്ത്, എന്റെ കാശും പോയി, എന്റെ എല്ലാം പോയി. ഇതിനൊക്കെ ഉണ്ടാക്കിയത് ആരോ എന്തോ കർത്താവ്. സൂര്യനെ ഉണ്ടാക്കി ആരും നിനക്കറിയാവോ? അറിഞ്ഞോളില്ല. ഒരുമാതിരി മറ്റേടത്ത് വർത്താൻ പറഞ്ഞില്ല, അടിച്ച് മോന്തര ഷേപ്പ് പറ്റുമോ ഞാൻ? ചന്ദ്ര ഇപ്പൊ നാരദിനെ വിട്ടു കഴിഞ്ഞ് ഇനി അവനെ കിട്ടാൻ പോകുന്നില്ല. ഇത് ഞാൻ ചോട്ടെ, പെണ്ണുകളെന്നൊക്കെ പറഞ്ഞിട്ട് എന്തേ? അച്ഛൻ വന്നിട്ടുണ്ട്. നിന്റെ അച്ഛനാ ജോണാ? അങ്ങനെ ചൊറി പിടിച്ച് പണ്ടേക്ക് കൊണ്ടേ പോയല്ലേ? ആള് വന്നിട്ടുണ്ട്. ആള് ഇന്നലെ എല്ലാം റെഡി ആയിട്ട് വന്നതാ. അപ്പൊ നിങ്ങളാരും വന്നില്ല. അപ്പൊ ആളിന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രനെ ഒന്ന് കാണണം, സംസാരിക്കണം, എന്നിട്ട് നമ്മുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ബാക്കി മുന്നോട്ട് പോകുന്നത്. ചന്ദ്രന്റെ തീരുമാനം അച്ഛനായിട്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരിക്കൽ പണ്ട് 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 നിങ്ങൾ വേറെ സിറ്റിയിലാണെന്ന് തോന്നല്ലേ? വേറെ സിറ്റിയില. ശരിക്കും കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഹലോ ട്രീസ, ഞാന് മറ്റേ കാർണിവലിന്റെ അവിടെ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വരാം. ചന്ദ്രനുണ്ട്, നിനക്ക് ഓക്കെ ആണോ? എനിക്ക് ഓക്കെ ആണോന്ന് ചോദിച്ചു. നീ ആദ്യം നീ എന്റെ അടുത്ത് ചോദിക്കാതെ എനിക്ക് ഓക്കെ ആണോ എന്നിട്ട് നീ അവരുടെ അടുത്ത് പറ. ഓക്കെ ആണോ? എനിക്ക് ഓക്കെ അല്ല അവരുടെ സംസാരിക്കും. ചന്ദ്രൻ ഓക്കെ അല്ലേ ട്രീസെ? ഒരു 2 minutes പോവാൻ പറയാം. അതിന് മുന്നേ നമുക്കൊരു ടേംസിലെത്തണ്ടേ? ചന്ദ്ര പറ, എന്താണ് വാസുവിന്റെ തീരുമാനം? ഞാൻ അലീന എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത്? ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാ എന്ത് ഫേസ് ചെയ്യും അങ്ങനെ. ചന്ദ്ര എങ്ങനെയാ ലൈഫിനെ കാണുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട്. എനിക്ക് വളഞ്ഞു പൊളഞ്ഞു കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കണതല്ല. ഞാൻ പറയാം, ഒരു മോനുണ്ടെന്ന് 10 പേരെടുത്ത് പറയുമ്പോ ചന്ദ്രൻ അതെന്തോ ഒരു കുറച്ചില് പോലെ ഫീൽ ചെയ്തിട്ടില്ല എപ്പോഴും? പിന്നെ ഞാൻ ചെറുപ്പക്കാരനല്ലേ, എന്നൊരു തന്തയായിട്ടാണ് കാണുന്ന ആൾക്കാര്. കല്യാണം കഴിക്കണം, കല്യാണം കഴിഞ്ഞ് ഒരു ഹസ്ബൻഡ്. ചന്ദ്രൻ എങ്ങനെയാ അത് ഫീൽ ആവണേ? നാണല്ല. അപ്പൊ ആൾക്കാര് കല്യാണം കഴിഞ്ഞതാണ്ട് അവനും അവന്റെ പൊണ്ടാട്ടിയും ഇങ്ങനെയൊക്കെ മീൻസ് അവർ ആ കണ്ണോടെ കാണത്തില്ലേ? ഇങ്ങനെ പറയല്ലേ. ഞാൻ ഇതിനെ പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പൊ എന്നെ കളഞ്ഞിട്ട് വേറെ ഒരുത്തിയുടെ പുറകെ പോകാനായിരുന്നു പ്ലാൻ. അങ്ങനല്ല, എന്നാലും നമുക്കൊരു ഇതിപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. ഇതിപ്പം ശരിക്കും നമ്മുടെ കുടുംബത്തിൽ ഒരു മനുഷ്യനെ പോലും കെട്ടിക്കൂലെന്ന് പറഞ്ഞ് നിന്ന ആൾക്കാരാണ് വാസുണ്ണനും അതുപോലെ തന്നെ അണ്ണുവിനിപ്പം മാനസാന്തരപ്പെട്ടതാണോ, തലക്കടി കിട്ടിയതാണോ, വട്ടായതാണോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ അടുത്ത്. ഈ അണ്ണുവിനെ കാണുമ്പോ എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് എന്നെ അങ്ങ് കെട്ടിക്കാൻ? എന്തോ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് മുട്ടി നിൽക്കുക അങ്ങ് കെട്ടിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. സൂര്യ എന്നോട് പറഞ്ഞത് വേറെ ആരെയും കെട്ടിക്കത്തില്ല, നമ്മുടെ കല്യാണത്തോടു കൂടി ഇത് തീരും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും കൂടെ നമ്മളെ പ്രാകത്തില്ലേ? അണ്ണൂനെ കാരണം ഞാനിച്ചിരി ക്ലെവറാണ്, ഞാനൊരു റയർ പീസ് ആയതുകൊണ്ട് ഇനി എന്റെ ലൈനിൽ കുറച്ച് ആൾക്കാരെ നിർത്തി അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം അത്രയ്ക്കൊന്നും പോണ്ട, അത്രയ്ക്കൊന്നും ഇല്ല. ഇല്ല, ക്ലെവർ. ഇപ്പോഴും കോലീഡർ ആണോ? കോലീഡർ എന്നുള്ളതേ ചന്ദ്രന്റെ ഒരു ടാഗ് അല്ല, മനസ്സിലായില്ലേ? പിന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞാല് ടിവിയുടെ കോലീഡർ ആണ്, അതൊരു ടാഗ് അല്ല കോലീഡർ എന്നുള്ളത്.
അപ്പൊ പിന്നെ എന്താ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തായാലും നമുക്കങ്ങ് ഇപ്പൊ നോക്കാം, നടത്തി തരട്ടെ അവരുടെ ഇഷ്ടം പോലെ. പക്ഷേ ഈ ഉടനെ അലീൻ ഇപ്പൊ നമുക്ക് കുറച്ച് സെറ്റ് ആവണ്ടേ? ഞാൻ പറയാം, എനിക്ക് ടൈം വേണം ചന്ദ്ര, എനിക്ക് ടൈം വേണം. ഞാന് അണ്ണൂന്റെ ആ കാല് പിടിച്ചത് ഇങ്ങനെ മനസ്സ് മാറിയോന്ന് അറിയാൻ വേണ്ടിട്ടാ. അങ്ങേരി ചാടി കേറി നടത്തിത്തരാൻ കാണുക എന്നുള്ള രീതി പറയുന്നു വിചാരിക്കുന്ന പോലും ഇല്ല. നീയാണ് അങ്ങോട്ടോ ചോദിച്ചല്ലേ? കാല് പിടിച്ച ഓർമ്മയില്ലേ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടില്? പക്ഷെ അത് ഞാൻ നടക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ചോദിച്ചേ. പക്ഷെ ആള് നമുക്കിതെല്ലാം പരിഹരിക്കാന്നുള്ളൂ. അണ്ണൂരിടത്ത് അങ്ങോട്ട് അണ്ണൂന് നമുക്ക് പറഞ്ഞ് അങ്ങ് കൺവിൻസ് ചെയ്യാം. അണ്ണു ഇപ്പം ഇന്നോ നാളെയോ തിരിച്ചെല്ലാം പോവും. പക്ഷെ വാസുണ്ണൻ നാളെ ഇപ്പൊ മുതുക്കിലിപ്പൊ കുറച്ചുപേര് പറയുന്നുണ്ട് വാസുണ്ണന് ദർശനായിട്ട് എന്തോ കള്ളക്കളിയുണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി വാസുണ്ണൻ കിട്ടാൻ വേണ്ടിട്ടാണോ? ചെറിയ ലൈവ് ബ്ലാസ്റ്റ് ആണ് വാസുണ്ണന്റെ ദർശനം. ചെറുതായിട്ട് എനിക്ക് സംശയം. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സൺ അല്ല. നീറ്റായിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ വേറെ ഒരു പെണ്ണിന്റെ പുറകെ പോയിട്ടില്ല ലീന. ഐ എം ഹോണസ്റ്റ് വിത്ത് യു, ട്രസ്റ്റ് മീ. ഇംപ്രസീവ് പണ്ട് ദർശനയുടെ പുറകെ പോയതൊക്കെ ശശികൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശശികൊക്കെ എന്ന് പറഞ്ഞാൽ കഴിവറ മോനുണ്ടല്ലോ, ഞാൻ പിടിച്ച അവനെ കൊക്കിറച്ചി അടിച്ചങ്ങ് അവനെ വെടിവെച്ചിട്ട് വെടിയിറച്ചി എടുത്ത് തിന്നു അവനെ. ഞാൻ ഒരു ദിവസം വാ തുറന്ന് നുണ പറയുന്ന നാറി. ഇവരൊന്നും വിശ്വസിക്കില്ല ലീന. വീഡിയോ കാണിച്ചായിരുന്നു. അപ്പൊ ഞാൻ These animals are too fake, you know? ഒരു മിനിറ്റ് പക്ഷി ആനിമൽ എന്ന് പറയൂ. These birds are too fake. ഫേക്കാ. ഹലോ ജാക്കി, ബേബിക്ക് ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ എന്ന് അറിയണല്ലോടാ. ഒന്നെ പോലെ അടി. ഞങ്ങള് കാർണിവലുണ്ട്. ഡാഡി എവിടാ? ബോസിനെ ഇപ്പൊ കെട്ടിട്ടേക്കാ. ഒരു 5 മിനിറ്റ് കഴിച്ചോണ്ട് വരാം. എന്തിനാ കെട്ടിയിട്ടെ? അത് ചോദിക്കുന്നതിന് മുമ്പ് എങ്ങനെ കട്ട് ചെയ്ത് പോയി? ഇന്നലെ മതില് ചാടാൻ പോയോ? നൈറ്റ് ക്ലബ്ബിൽ പോയപ്പോഴത്തേക്ക് ഒരാളെ കേറിയപ്പോ എന്തോ കേറി പിടിച്ചല്ലേ? അത് ഉമ്മ വെച്ചോ? സാധാരണ അങ്ങനെയാണ് ആള്. പബ്ബിൽ പോയി 2 അടിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിക്കുന്നവരെ കേറി അങ്ങ് പിടിക്കും, ഉമ്മ വെക്കും. ലൈവ് ബ്ലാസ്റ്റ് ആണോന്ന്? അല്ലല്ല, നിക്കുന്നത് പെണ്ണിനെയാണോ ആണിനെയാണോ പിടിച്ച? അത് മാത്രം അറിഞ്ഞാൽ മതി. ആദ്യം ആടിനെ പിടിച്ച. നിന്റെ തന്തടാണ് ഈ പറയുന്നേ? യെസ്, മൈ ഡാഡി. യെസ്, കഴിപ്പണം കെട്ട കുടുംബം. അതെ, ഞങ്ങള് കാർണിവല്. ഞാൻ ലൊക്കേഷൻ അയക്കാം. ക്രിമിയുടെ കൃഷ്ണകുമാറിന്റെ മോളിലേടി നീ? ചന്ദ്ര, കഴിപ്പണം കെട്ട ഒരു അച്ഛനേ ഉള്ളൂ. ചന്ദ്രന് അച്ഛനില്ല. ലൈവ് ബ്ലാസ്റ്റ് നല്ല തന്തല്ലെങ്കിൽ ഞാൻ കുന്നോളെ അപ്പൊ തന്നെ ഉറപ്പാണേ. എനിക്ക് എന്റെ അലീനയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് കുറച്ച് എനിക്കൊരു ഫാദർലി ഫീല് വേണം. ഒരു ഫാദർ ഫീൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുണം മാറും. എൻ്റെ കാര്യം പറഞ്ഞേക്കാം. ആളെങ്ങനെ? നിന്റെ അച്ഛൻ എങ്ങനെ? മുരയുടെ സ്വഭാവമാണോ? ഞാൻ കൈവെക്കേണ്ട അവസാനം ഞാൻ കൈവെക്കേണ്ടി വരുമോ? ഇല്ല, ആള് കുറച്ച് ചില്ലാണ്. ഇഷ്ടപ്പെടും. നിന്നെ പോലെ അല്ലല്ലോ. ലൈവ് ബ്ലാസ്റ്റ് അല്ലല്ലോ, സ്ട്രൈറ്റ് അല്ലേ? സ്വീറ്റ് ആണോ? അച്ഛനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെ, സ്വന്തമായിട്ട് ഒരെണ്ണം ഇല്ല. അപ്പൊ ഉള്ളതിന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതിന് മറ്റേ അങ്ങ് ഡിമാൻഡ് ആണോ? അതെ, ഞാനൊരു കാര്യം പറയട്ടാ. ദാഹിക്കണം പറഞ്ഞിട്ട് ആരും വിഷമെടുത്ത് കുടിക്കൂലല്ല. നല്ലതാണെന്നൊക്കെ നോക്കട്ടെ. ഞാൻ അങ്ങ് കൊല്ലേണ്ടി വന്ന ഞാനും ചന്ദ്രനെ പോലെ അച്ഛൻ ഇല്ലാത്തവളെ പോലെ ജീവിക്കണോ? ആദ്യം ആളെവിടെ? ഇതിപ്പോ വിളിച്ച ആരാണ് നിന്നെ വിളിച്ചത്? ജാക്കി, അച്ഛന്റെ വലങ്കൈ. അച്ഛന്റെ ജാക്കിയാണോ? അച്ഛന്റെ ജാക്കിയാണ്. അങ്ങനെയാണ് ജാക്കി ബന്ധം. ലൊക്കേഷൻ
ആ ലൊക്കേഷൻ നിന്റെ തന്ത തന്നെയാണോ ഇത്? എനിക്ക് സംശയമുണ്ടേ. ചന്ദ്രൻ കണ്ടു നോക്ക്. അച്ഛന്റെ ജാക്കി, അച്ഛൻ അച്ഛനും ജാക്കിയൊക്കെ എവിടെ ഇപ്പം? ഇരിക്കത്തില്ല. ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് വരും.